രവിചന്ദ്രൻ ഇവരുടെ ദൈവമാണല്ലോ. ആ ദൈവത്തിനെ തന്നെ നമ്മൾ ആദ്യം എടുക്കുക. ദൈവം ഒരു കഥ പറയുന്നുണ്ട്. അജിനോമോട്ടോ ഉണ്ടായ കഥ നമുക്ക് ദൈവത്തിന്റെ വാക്കിൽ നിന്ന് തന്നെ കേൾക്കാം. രവിചന്ദ്രൻ പറയട്ടെ. ഇനി എന്താണ് ഈ അജിനോമോട്ടോ ഒരു ചോദ്യമുണ്ട്. അജിനോമോട്ടോ എന്ന് പറഞ്ഞാൽ അജിനോമോട്ടോ ഒരു കമ്പനിയാണ്. അജിനോമോട്ടോ കോ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഇത് ഉണ്ടാക്കിയ ആളാണ് ഈ സബ്രുസ്കോയി സുസുക്കി എന്ന് പറയുന്ന ആളാണ്. ഈ രണ്ടാമത്തെ ഈ അജിനോമോട്ടോ കണ്ടുപിടിച്ചത് ഒരു ജർമ്മൻ കെമിസ്റ്റ് ആണ്. അയാൾക്ക് ഈ മാംസം പാചകം ചെയ്ത് കൊടുക്കുന്ന വൈഫ്. അപ്പൊ അയാൾക്ക് വല്ലാത്തൊരു രുചി തോന്നുന്നു. അപ്പൊ അയാൾ ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ രുചി തോന്നുന്നത്? വൈഫിന് അറിയില്ല. അപ്പൊ മനസ്സിലായി ഒരു സീവീഡിന്റെ ഒരു സമുദ്രജീവിയുടെ കൊമ്പ് ഇതിനകത്ത് കട്ട് ചെയ്തിടാറുണ്ട് വൈഫ്. അത് പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന അതാണ് ഈ ഭയങ്കര രുചി. ഇയാളത് കണ്ടെത്തിയാൽ ആ കൊമ്പ് ആദ്യം മാറ്റിയെടുത്തു. എന്നിട്ട് ഇയാളെ കൊമ്പിൽ എന്താണ് രുചി ഉണ്ടാക്കുന്നതെന്ന് മാറ്റിയെടുത്തു. കൊമ്പ് മാറ്റിയെടുത്താൽ വരാതെ. കൊമ്പ് മാറ്റിയെടുക്കുമ്പോൾ ആയുർവേദം വരെ ആയുള്ളൂ. ഈ കൊമ്പിൽ എന്താണ് എന്നറിയുമ്പോഴാണ് മോഡേൺ മെഡിസിൻ ആകുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അത് മാറ്റിയെടുത്തപ്പോൾ അയാൾ പറഞ്ഞ എന്താണ്, ഈ ഗ്ലുക്കാമേറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ട്. അതായത് ഈ മോണോസോഡിയം ഗ്ലുക്കാമേറ്റ്, അതാണ് ശരിക്കും അജിനോമോട്ടോ. ഈ ഗ്ലുക്കാമേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഗ്ലുക്കാമേറ്റ്, മോണോസോഡിയം ഗ്ലുക്കാമേറ്റ്, ഗ്ലുട്ടാമിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. നമ്മളൊരു അമിനോ ആസിഡ്. അപ്പോ കഥ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് രവീന്ദ്രന്റെ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ ഒരു കൊമ്പ് അക്ഷണൊക്കെ കാട്ടിട്ട് മൂപ്പര് കയ്യിൽ വെച്ച് ആളുകൾക്ക് മാറിപ്പോയാൽ ഉപയോഗിച്ചൊരു അടയാളം വെച്ച് മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. അപ്പോ എന്താണ് ബാസിൽ മൂപ്പര് കൊമ്പ്? അതെ, ഇതില് ഏറ്റവും രസകരമായ കാര്യം വെച്ചാൽ നമ്മൾ പൊതുവെ നേരത്തെ പിന്നെ ഈ സയൻസും ഇവരുമായുള്ള ബന്ധം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോ ഇവരുമായി ഒരു ബന്ധമില്ല എന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ സയൻസിനെ ഇമാതിരി പരിഹാസ്യമാക്കുന്ന രൂപത്തിൽ സംസാരിക്കുന്നത് ഇവരാണ്. ഇവരുടെ സംസാരങ്ങൾ പൊതുവെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണ ഈ സിഗരറ്റിന്റെ പാക്കറ്റിന്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യും, സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, അല്ലെങ്കിൽ ഇറ്റ് മേ കോസ് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതും. അതിന്റെ കാരണം എന്താ ചോദിച്ചാല് പിന്നെ അത് നേരെ ആ ഒരു വാണിംഗ് ആദ്യം തന്നെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇതിന്റെ ഉള്ളിലുള്ളത്. അതായത് നല്ലൊരു വാണിംഗ് കൊടുക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഉള്ളിലുള്ളത്. ഇതുപോലെയാണ് ഈ നാസ്തികരായ ആളുകളുടെ വീഡിയോന്റെ മുമ്പിലൊക്കെ നമ്മൾ എന്ത് കാണും, ഈ സയന്റിഫിക് ടെമ്പർ കൂട്ടേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡിസ്ക്ലെയിമർ ആദ്യം തന്നെ കൊടുക്കും. മറ്റേ സിഗരറ്റ് സ്മോക്കിംഗ് ഇൻജൂറിയസ് ടു ഹെൽത്ത് ആണ്, അല്ലെങ്കിൽ ക്യാൻസർ കോസ് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ ഒരു ഡിസ്ക്ലെയിമർ കൊടുക്കുന്നത് പോലെ ഇവിടെ സയന്റിഫിക് ടെമ്പർ വേണം എന്ന് പറയുന്ന ഒരു ഡിസ്ക്ലെയിമർ കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നേരെ സയൻസിനെ തകർത്ത് തരിപ്പണാക്കി കൊണ്ടുവന്ന സംസാരങ്ങൾ അതിനുശേഷം പറയുകയും ചെയ്യും. ഇതേ സംഭവമാണ് ഇവിടെ കാണുന്നത് എന്നുള്ളതാണ് നാസ്തികരുടെ പൊതുവെയുള്ള സംസാരങ്ങളിലൊക്കെ ഇങ്ങനെ. അതിൽപ്പെട്ടതാണ് ഈ കൊമ്പ്. സംഭവം എന്താ വെച്ചാല് ഇത് ഈ സയൻസ് പറയുമ്പോൾ ഒരു മിനിമലായി നമ്മൾ നടത്തുന്ന അബദ്ധങ്ങൾ പറ്റുക എന്നുള്ളത് സ്വാഭാവികമാണ്. അബദ്ധങ്ങൾ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും പറ്റും. സയൻസ് പറയുമ്പോഴാണെങ്കിലും ചരിത്രം പറയുമ്പോഴാണെങ്കിലും ഒക്കെ അബദ്ധങ്ങൾ പറ്റും. പക്ഷെ ഈ അബദ്ധം മാത്രം പറ്റുമ്പോൾ അത് നമ്മൾ ഒരു പ്രശ്നമായിട്ട് എടുക്കണം. കാരണം എന്താ വെച്ചാല് ഇവരിത് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരാണ് ഈ സയൻസിന്റെ അതോറിറ്റി എന്ന് ഇവർക്ക് വരുത്തി തീർക്കണം. അതിനുവേണ്ടി ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും ഞങ്ങളങ്ങ് പറയും. ഞങ്ങൾ പറയുന്നത് പിന്നെ മുഴുവൻ സയൻസ് പറയുന്ന ആൾക്കാരാണ്. കാരണം ഒരു ഭാഗത്ത് ഇവർക്ക് കാര്യമായിട്ട് പറയാനുള്ളത് മൊത്തം വെറുപ്പാണ്. മുസ്ലിങ്ങളെ കുറിച്ച് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ കുറെ വെറുപ്പ് മാത്രമാണ് ഇവർക്ക് പറയാനുള്ളത്. അതിന്റെ ഇടയിൽ ഞങ്ങൾ സയൻസിന്റെ ആളുകളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇമാതിരിയുള്ള കുറച്ച് സബ്ജക്റ്റുകൾ പറയും. അതിന് അവിടെ ഇവിടെയും കുറച്ച് വിക്കിപീഡിയ നോക്കിയിട്ട് അതെന്ത് ചെയ്യും, ആധികാരികമായി പറയും. അങ്ങനെ പറഞ്ഞതിന്റെ ഒരു പ്രശ്നമാണ് ഇപ്പൊ കണ്ടത്. അതായത് പറഞ്ഞത് മൊത്തം അബദ്ധം. അതാണ് ഞാൻ പറഞ്ഞത്, അബദ്ധം പറ്റല് സ്വാഭാവികമാണ്, പക്ഷെ അബദ്ധം മാത്രം പറ്റല് സ്വാഭാവികമല്ല. അപ്പൊ ഈ സബ്രോസ്കി സുസുക്കി എന്ന് പറയുന്ന അയാള് ജർമ്മൻ കെമിസ്റ്റ് അല്ല, ജാപ്പനീസ് കെമിസ്റ്റാണ്. അത് ഒരു ഭാഗത്ത് പോട്ടെ, അത് വളരെ ചെറിയൊരു കാര്യമാണ്. പിന്നെ രണ്ടാമത് പറഞ്ഞതെന്ന് വെച്ചാൽ അയാൾ ഈ സീവീഡിന്റെ കൊമ്പ് കണ്ടു എന്ന് പറഞ്ഞാല് ഈ സീവീഡ് എന്താണെന്ന് ആലോചിച്ചൂടെ. സീവീഡിന്റെ കൊമ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇതെന്തോ ആട്ടുംകുട്ടി എങ്ങനെയാണോ കൊമ്പാണ്? അല്ല ഞാൻ പറയുന്നത്, സീവീഡിന്റെ കൊമ്പ് എന്നൊക്കെ പറയുമ്പോ അറ്റ്ലീസ്റ്റ് സീവീഡ് എന്തായിരിക്കും എന്ന് ആലോചിക്കൂല. അത് പറയുമ്പോ സീവീഡ് എന്തായിരിക്കും എന്ന് ആലോചിക്കൂല. അപ്പൊ അത്രയും പിന്നെ പരിതാപകരമായിട്ടാണ് പറയും സീവീഡിന്റെ കൊമ്പ്. എന്താ സംഭവം, കോമ്പു എന്നാണ് എന്താ പറയാ ഈ സീവീഡിന് പറയാ. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു, വിക്കിപീഡിയ നോക്കുമ്പോ കോമ്പു, അതിന്റെ പേരില് കോമ്പു എന്ന് കൂടി കണ്ടു. അപ്പൊ ഇയാൾ വിചാരിച്ചെന്താ ചോദിച്ചാല് സീവീഡിന്റെ കൊമ്പ് എന്നാണ് ഇതിണ്ടെന്ന്. കോമ്പു എന്ന് പറയുന്നത് സീവീഡിനെ അവിടെ വിശേഷിപ്പിക്കാണ്. ആ സീവീഡിനെ ആ ഭാഷയിൽ അത് വിശേഷിപ്പിക്കാണ്. അതിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അല്ലാതെ സീവീഡിന്റെ കൊമ്പല്ല. സീവീഡിന് കൊമ്പ് ഉണ്ടാവാൻ മാത്രമൊന്നും ഇല്ല സീവീഡ്.
അത്രയും ചെറിയ ഒരു ഓർഗാനിസമാണ് CVD എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊക്കെ വിശദീകരിക്കാൻ വരിക എന്നുള്ളത് തന്നെ ഒരു എന്താ പറയാ ഒരു പിന്നെ ആ നിലക്കുള്ള ഒരു അവസ്ഥയാണ്. പിന്നെ ഉള്ളത് എന്താ വെച്ചാല് അതും കഴിഞ്ഞു. ഇനി ഇപ്പൊ ബയോളജിയിൽ അബദ്ധം വരുത്തി, അതേപോലെ തന്നെ ജോഗ്രഫിയിൽ അബദ്ധം വരുത്തി. കാരണം ജപ്പാനെ പിടിച്ചിട്ട് ജർമ്മനി കൊണ്ടുപോയിട്ടു. ഈ ബയോളജിയിൽ ചെറിയൊരു അത്രയും ചെറിയ CVD കൊണ്ടുപോയിട്ട് കൊമ്പൊക്കെ ഉള്ള വലിയ ജീവിയാക്കി. അതിന്ന് കൊമ്പൊക്കെ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. ആർക്കെങ്കിലും അബദ്ധം പറ്റിപ്പോയോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിലും വിചാരിച്ചിട്ട് കൊമ്പൊക്കെ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ കൊമ്പൊക്കെ കാണിച്ചു തന്നു. ബയോളജിയിൽ അബദ്ധം വരുത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ അബദ്ധം വരുത്താൻ ബാക്കിയുള്ളത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിലും അബദ്ധം വരുത്തിയിട്ടുണ്ട്. ഗ്ലൂക്കാമേറ്റ് എന്ന് പറഞ്ഞൊരു ഒരു സബ്സ്റ്റൻസ് എന്നാണ് പറഞ്ഞത്. അജിനോമോട്ടോ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കാമേറ്റ് അല്ല, ഗ്ലൂട്ടാമേറ്റ്, മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്, MSG എന്ന് പറയും. അപ്പം അതാണ് ഈ പറഞ്ഞ അജിനോമോട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ വെച്ചാല് ബയോളജിയിലും കെമിസ്ട്രിയിലും അതുപോലെ തന്നെ ജോഗ്രഫിയിലും എല്ലാത്തിലും അബദ്ധം വരുത്തി. ഈ ചെറിയ ഒരു സെന്റൻസ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഇവർക്ക് പറ്റുന്നുണ്ടോണ്ടെന്ന് ചോദിച്ചാൽ എല്ലാത്തിന്റെയും അതോറിറ്റി ഞങ്ങളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഈ രൂപത്തിൽ. പക്ഷെ ഇതാണെങ്കിൽ ആ നിലക്ക് നേരിട്ട് മാന്യമായി തിരുത്തോ ഇല്ല, അങ്ങനെ ഇങ്ങനെ അത് ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഉരുളുകയാണ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ശാസ്ത്രം പറയാറുണ്ട്. അതിന്റെ വളരെ രസകരമായ ഒരു ഉദാഹരണമാണ് ഈ പറഞ്ഞ കൊമ്പ്.